മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും അറിയാൻ കഴിയാത്തതും അനന്തവുമായ വിഷ്ണു മഹാത്മ്യങ്ങളെ ഇനിയും കേട്ടാൽ കൊള്ളാമെന്നാണ് യുധിഷ്ഠിരന്റെ ആവശ്യം. അതിനെ തുടർന്ന് വീണ്ടും ഭീഷ്മ പിതാമഹൻ പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, അനന്തനായ പരമേശ്വരനാണ് വിഷ്ണു ഭഗവാൻ. ഈ ജഗത്ത് മുഴുവൻ വിഷ്ണു സ്വരൂപിയായ ഈശ്വരനിലാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവിടുത്തെ ഒരു ലീല മാത്രമാണ്. മായാശക്തിയാകുന്ന ആവരണം കൊണ്ട് എല്ലാവരുടെയും പ്രജ്ഞാദൃഷ്ടി മറയപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ആർക്കും ഒന്നിന്റെയും അർത്ഥമറിയാൻ കഴിയുന്നില്ല. ഭഗവത് ഭക്തിയുടെ വൈഭവം കൊണ്ട് മായാവരണം നീങ്ങിയവർക്ക് മാത്രമേ വിഷ്ണു മഹിമയെപ്പറ്റി എന്തെങ്കിലും അറിയാൻ കഴിയൂ. അപ്രകാരമുള്ള വിഷ്ണു ഭഗവാനാണ് ദേവകി വസുദേവന്മാരുടെ പുത്രനും നിങ്ങളുടെ മാതുലേയനുമായി അവതരിച്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ. ഈ വാസുദേവന്റെ ശക്തിയും മഹത്വവും ആർക്കും പൂർണ്ണമായി അറിയാൻ കഴിയാത്തവയാണ്. ഈ പരമാർത്ഥത്തെ വ്യക്തമാക്കുന്ന ഒരു ഇതിഹാസത്തെ പറയാം, കേട്ടോളൂ. പണ്ടൊരിക്കൽ ശ്രീ നാരദ മഹർഷിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. നാരദ മഹർഷി ഒരിക്കൽ വിഷ്ണു മഹാത്മ്യത്തെ അറിയാൻ വേണ്ടി ഹിമാലയ പർവ്വതത്തിന്റെ സാനുപ്രദേശത്ത് പോയി കഠിനമായി തപസ്സാരംഭിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ആദിശേഷനാകുന്ന അനന്ത ഭഗവാൻ തന്നെ ആകാശമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീ നാരദ മഹർഷിക്ക് ഈശ്വര തത്വങ്ങളിൽ ചിലതൊക്കെ പറഞ്ഞു കൊടുത്തു. അനന്തകോടി ജീവജാലങ്ങളുടെ ജനന മരണങ്ങൾക്കും ജീവിതത്തിനും വിവിധ കർമ്മ ആചരണങ്ങൾക്കും മറ്റും ആസ്പദമായ ഈ ഭൂഗോളം തന്നെ സാധാരണ ഒരാളുടെ ദൃഷ്ടിയിൽ അനന്തമാണ്. എന്നാൽ അങ്ങനെയുള്ള ഭൂമിയേക്കാൾ എത്രയോ അധികം ഇരട്ടി വലിപ്പം ജലഭൂതത്തിനും, അതിനേക്കാൾ അധികം അഗ്നിക്കും, അഗ്നിയേക്കാൾ അനേകം ഇരട്ടി വായുവിനും, വായുവിനേക്കാൾ വളരെയധികം വലിപ്പം ആകാശഭൂതത്തിനുമുണ്ട്. ആകാശത്തെ അപേക്ഷിച്ച് എത്രയോ ചെറിയതായ ഈ ഭൂഗോളത്തെ തന്നെ ഒരാൾക്ക് പൂർണ്ണമായി കാണാനും അറിയാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആകാശത്തിന്റെ കഥ എന്താണ്? എന്നാൽ അപരിച്ഛിന്നവും സത്താമാത്രവും സച്ചിദാനന്ദാത്മകവും അനന്തവുമായ നിർഗുണ ബ്രഹ്മത്തെ അപേക്ഷിച്ച് പറയപ്പെട്ട ആകാശം എത്രയോ നിസ്സാരമായ ഒരു വസ്തുവാണ്. ആ സ്ഥിതിക്ക് അനന്തമായ ബ്രഹ്മതത്വത്തെ എങ്ങനെയാണ് ഒരാൾക്ക് കണക്കാക്കാനോ ബോധിക്കാൻ പോലുമോ കഴിയുന്നത്? അചിന്ത്യവും അപ്രമേയവും അനന്തവുമാണ് ബ്രഹ്മം. അങ്ങനെയുള്ള ബ്രഹ്മതത്വം തന്നെയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാൻ തന്നെയാണ് നന്ദഗോകുലത്തിൽ യശോദാപുത്രനും ഇടയക്കുട്ടികളുടെ ചങ്ങാതിയുമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ. അതിനാൽ ഗോകുലത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കൂ. ശ്രീകൃഷ്ണ ദർശനം സാക്ഷാൽ ബ്രഹ്മദർശനം തന്നെയാണ് എന്നിങ്ങനെ വിഷ്ണു മഹാത്മ്യങ്ങളെ പറഞ്ഞുകൊടുത്ത് ആദിശേഷൻ അന്തർധാനം ചെയ്തപ്പോൾ ശ്രീ നാരദ മഹർഷി ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. അപാര കരുണാനിധിയായ ശ്രീകൃഷ്ണ നാരായണൻ അവിടെ ഇടയക്കുട്ടികളുടെ വേഷത്തിൽ അവരോടുകൂടി കളിച്ചും പശുക്കളെ മേച്ചും പലവിധ വിനോദങ്ങളെ കൊണ്ട് സുഹൃതികളായ ജനങ്ങളെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രീ നാരദ മഹർഷി കണ്ടു. അദ്ദേഹം തനിക്ക് സ്വാധീനങ്ങളായ വാക്പ്രഭാവം കൊണ്ട് ഭഗവാന്റെ മഹിമയെ ആവുന്നത്ര വാഴ്ത്തി സ്തുതിച്ച് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അനന്തരം ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രീ നാരദ മഹർഷി സ്വസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തു. അപ്രകാരമെല്ലാമുള്ള അപാര മഹിമയോടുകൂടിയ വിഷ്ണു ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണൻ. ഈ പരമാർത്ഥത്തെ അറിഞ്ഞ് ശ്രീകൃഷ്ണോപാസനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ എല്ലാ ദുരിതങ്ങളും നശിക്കുകയും ജന്മം സഫലമാകുകയും ചെയ്യും. അനന്തരം മരണസമയത്ത് ഒരാൾ എന്താണ് ജപിക്കേണ്ടത്, എന്താണ് ധ്യാനിക്കേണ്ടത് എന്നാണ് യുധിഷ്ഠിരൻ ഉന്നയിച്ച സംശയം. സാധാരണ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ എന്ത് മന്ത്രമാണ് ഒരാൾ ജപിക്കേണ്ടത്? അതേ മന്ത്രത്തിൽ തന്നെയാണോ മരണസമയത്തും ജപിക്കേണ്ടത്? അഥവാ പ്രത്യേകമായി എന്തെങ്കിലും ജപിക്കേണ്ടതുണ്ടോ? എങ്ങനെയായാൽ വീണ്ടും സംസാരത്തിൽ ജനിക്കാതിരിക്കും എന്നൊക്കെയാണ് യുധിഷ്ഠിരന്റെ സംശയങ്ങൾ. ഈ വിഷയത്തെപ്പറ്റിയും ശ്രീ നാരദ മഹർഷി ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ഭീഷ്മൻ മറുപടി പറയാൻ തുടങ്ങി. എല്ലാ മന്ത്രങ്ങളിലും വച്ച് അത്യന്ത ശ്രേഷ്ഠമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം.
പ്രഭാതത്തിലും സന്ധ്യയ്ക്കും മരണസമയത്തും എന്ന് വേണ്ട എപ്പോഴും ഈ മന്ത്രത്തെയാണ് ഒരാൾ ജപിക്കുകയും ഉപാസിക്കുകയും ചെയ്യേണ്ടത്. ഇത്രയും ശ്രേഷ്ഠമായ മന്ത്രം മറ്റൊന്നും തന്നെയില്ല. ഈ മന്ത്രജപം ഒന്നുകൊണ്ട് തന്നെ ഒരാൾ കൈവല്യ സ്വരൂപമായ വിഷ്ണുപദത്തെ പ്രാപിക്കും. ശ്രീ നാരദ മഹർഷിക്ക് ശ്രീ നാരായണ മഹർഷിയാണ് ഈ മന്ത്രത്തെ ഉപദേശിച്ചത്. ഒരിക്കൽ ലോകാചാര്യനായ ശ്രീ നാരായണ മഹർഷിയെ കാണാനിടയായ ശ്രീ നാരദ മഹർഷി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം മന്ത്രോപദേശം ചെയ്യാനിടയായത്. അങ്ങനെ മന്ത്രോപദേശം ചെയ്തു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായ അദ്ദേഹത്തെ ശ്രീ നാരദൻ അനേകവിധ മഹിമകളെ ഉള്ളടക്കിക്കൊണ്ടുള്ള സ്തോത്രം കൊണ്ട് സ്തുതിച്ച് നമസ്കരിക്കുകയും ചെയ്തു. വേദാന്ത തത്വശാസ്ത്രത്തിലെ എല്ലാ തത്വങ്ങളെയും ഉള്ളടക്കിക്കൊണ്ടുള്ളതായിരുന്നു നാരദ മഹർഷിയുടെ സ്തുതി. അനന്തരം ശ്രീ നാരദന്റെ സ്തുതി നമസ്കാരങ്ങളെ കൊണ്ട് അതീവ സന്തുഷ്ടനായ ശ്രീ നാരായണൻ മരണസമയത്ത് ജീവൻ ഈശ്വരനെ ധ്യാനിക്കേണ്ടതായ ക്രമത്തെ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഭയപരിഭ്രമങ്ങളെ കൊണ്ടും ആപത്ശങ്കകളെ കൊണ്ടും ഒരാളുടെ മനസ്സ് മരണസമയത്ത് ആകുലമായിരിക്കും. അങ്ങനെ ആകുലവും പ്രക്ഷുബ്ധവുമായ മനസ്സുകൊണ്ട് അപ്പോൾ ശാന്തമായി ഉപാസിക്കാൻ കഴിയില്ലെന്ന് തന്നെ പറയണം. ഈ സംഗതി നേരത്തെ തന്നെ ഓർമ്മിച്ച് മരണമാസന്നമാകുമ്പോൾ മനസ്സാകുലമോ പ്രക്ഷുബ്ധമോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രശാന്തവും ശുദ്ധവുമായ മനസ്സുകൊണ്ട് ഭക്തിയോടുകൂടി വിഷ്ണു സ്വരൂപത്തെ ധ്യാനിക്കണം. ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ആകുന്ന മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ടും വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടും ശരണം പ്രാപിച്ചുകൊണ്ടും ശരീരത്തെ വിടുന്ന മനുഷ്യൻ തീർച്ചയായും മരണാനന്തരം ഭഗവത് ചൈതന്യത്തെ പ്രാപിക്കും. പിന്നീട് സംസാരത്തിൽ ജനിക്കാൻ പോലും ഇടയാകില്ല. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.